So hello guys, welcome to 19 things to do within 9 days challenge day 2. So day 2 നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ബ്രെയിൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മേ ബി ഇത് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. ആദ്യത്തെ കാര്യമാണ് റീഡ് എ ബുക്ക്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ബുക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഡെയിലി ഒരു 5 വേർഡ്സ് എങ്കിലും പഠിക്കാനായിട്ട് സോൾവ് ചെയ്യുക. ഇത് നിങ്ങൾ ചില നോട്ട്ബുക്കിന്റെ ബാക്കിൽ ഉണ്ടാവും. നെക്സ്റ്റ് തിങ് ആണ് റൈറ്റ് എ ഡയറി. ഇത് മേ ബി കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന കാര്യമായിരിക്കും, കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ഡെയിലി ഡയറി എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം, അല്ലാതെ എഴുതുന്നവർക്ക് റാൻഡം ആയിട്ടുള്ള ഡേയ്സ്, നിങ്ങൾക്ക് ചില ഡേയ്സ് സ്പെഷ്യൽ ആയിരിക്കും, ആ ഡേ എഴുതുക. സോ നെക്സ്റ്റ് തിങ് ഈസ് പ്ലാൻ എ ട്രിപ്പ്. ഇപ്പൊ ട്രിപ്പ് പോകുന്നില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുക. ഇങ്ങനെ ഈ ഒരു ട്രിപ്പിന് പോകുമ്പോൾ എന്തൊക്കെ വേണം, ആ ഒരു രീതിക്കൊന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്താണ് ക്രിയേറ്റ് എ ക്വിസ്. ക്വിസ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ചെയ്ത് നോക്കാം. ഫണ്ണായിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അടുത്താണ് മെമ്മറൈസ് എ പോയം. നിങ്ങൾ മുമ്പ് എപ്പോഴോ കേട്ട പോയം അല്ലെങ്കിൽ ഒരു പാട്ടോ കവിതയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതാണ് റീറൈറ്റ് എ സ്റ്റോറി. ഒരു സ്റ്റോറി റീറൈറ്റ് ചെയ്യുക. ലൈക്ക് നിങ്ങൾ എപ്പോഴോ കേട്ടൊരു സ്റ്റോറി ആയിരിക്കും, ആ ഒരു സ്റ്റോറി കേട്ടെന്നല്ല, എനിക്കിപ്പോ ഒരു സ്റ്റോറി വായിക്കുക, എന്റെ ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലെ ക്യാരക്ടേഴ്സിനെ ചേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റും. അടുത്താണ് സ്റ്റഡി ഫൺ ഫാക്ടേഴ്സ്. ഫണ്ണായിട്ടുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ലൈക്ക് കുസൃതി ചോദ്യം, അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അങ്ങനത്തെ ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ അപ്പൊ അത്രേ ഉള്ളൂ ഈ ബ്രെയിൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.